ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബി എൽ ഒ ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കാണാൻ പോകുന്നത് പേ ബാക്ക് സീരീസ് എപ്പിസോഡ് 7 ആണ്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ഡയറക്ടർ ആർദർ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ജയ് ഇങ്ങനെ ആലോചിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അവൻ്റെ ബാക്ക് ഹിസ്റ്ററി, അതായത് 20 വർഷങ്ങൾക്ക് മുമ്പ് അവൻ കാണുന്ന ഒരു സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ അമ്മയും അച്ഛനും തമ്മിലുള്ള ഒരു ആർഗ്യുമെൻ്റ് ആണ്. അമ്മ ഡിവോഴ്സ് ലെറ്റർ കൊടുത്തിട്ടുണ്ട് സൈൻ ചെയ്യാൻ പറഞ്ഞിട്ട്. അച്ഛനാണെങ്കിൽ നമുക്ക് മകനെ ഒരു എക്സ്ക്യൂസ് ആക്കിയിട്ടെങ്കിലും നമുക്ക് ഒരുമിച്ച് നിന്നോടെ ചോദിക്കുന്നുണ്ട്. അപ്പം അമ്മ പറയുന്നുണ്ട്, എന്നെ ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് പുറത്ത് നിൽക്കുന്ന പെൺകുട്ടിയെ ആയിട്ട് ജീവിച്ചോടെ എന്നൊക്കെ ചോദിച്ച് വീണ്ടും ഡിവോഴ്സ് ലെറ്റർ കൊടുക്കുന്നുണ്ട്. സോ ഇതിൽ കംപ്ലീറ്റ്ലി ഒരു ചീറ്റിംഗ് നടന്നിട്ടുള്ളത് കൊണ്ടാണ് അമ്മ അത്രയും വാശി പിടിക്കുന്നത്. അവസാനം അച്ഛനത് സൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അമ്മയ്ക്ക് ഭയങ്കര വിഷമമാവുന്നുണ്ട്. എന്നിരുന്നാൽ പോലും മകന് വേണ്ടി അവർ ജീവിക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ അമ്മ മകനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു സീനാണ് പിന്നെ നമ്മൾ കാണുന്നത്. സോ ഇതാണ് ഇവരുടെ ഒരു ബാക്ക് സ്റ്റോറി എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കാണുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ മരിച്ചപ്പോൾ ആ കല്ലറയ്ക്ക് മുമ്പിൽ നിൽക്കുന്ന നമ്മുടെ പഴയ ഒരു ഒരു 5 വർഷങ്ങൾക്ക് മുമ്പുള്ള ജൈനെയാണ് കാണുന്നത്. അവൻ്റെ മുഖത്ത് ആ ഒരു റിവഞ്ച് ശരിക്കും അറിയാനുണ്ട്. സോ കട്ട് ടു ദി ന്യൂ സ്റ്റോറി. അതായത് നമ്മുടെ ചെക്കൻ ലാസ്റ്റ് എപ്പിസോഡിൽ ഒരു വീഴ്ച വീണിട്ടുണ്ടായിരുന്നു ഒരു കാറിൻ്റെ മുമ്പിൽ. അതിൽ നിന്ന് ഇറങ്ങി വന്ന ആൾ മറ്റേ ബോഡി ഗാർഡിനോട് തല്ലണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അയാളുടെ ആ മുഖം കണ്ടാൽ തന്നെ അറിയാം ഒരു വില്ലനാണ്, ഇതിൽ ഏറ്റവും വലിയ വില്ലനാണ്. അപ്പം അയാൾ അവനെ നോക്കിയിട്ടുണ്ടോയെന്ന്. അങ്ങനെ അവൻ അകത്തേക്ക് കയറി പോവുകയാണ്. ദെൻ അപ്പോൾ നമ്മുടെ ചെക്കന് കോൾ വരികയാണ് ജയുടെ, വരാൻ പറഞ്ഞിട്ട് സ്ഥലമൊക്കെ പറഞ്ഞു കൊടുത്തിട്ട്. അങ്ങനെ അവൻ ആസ് യൂഷ്വൽ അവർ കാണുന്ന പ്ലേസിൽ ചെല്ലുവാണ്, മുകളിലെ റൂഫ് ടോപ്പിൽ. അവിടെ ചെല്ലുമ്പോഴത്തേക്കും ജയ് കിടന്നുറങ്ങുന്നത് കാണുമ്പോൾ അവൻ പോവാൻ നോക്കും. പക്ഷെ അപ്പോഴത്തേക്കും ജയ് ചോദിക്കും, നീ എങ്ങോട്ടേക്കാണ് പോണേ ചോദിക്കും. അപ്പോഴാണ് നമുക്ക് നമ്മുടെ സണ്ണിന് മനസ്സിലാവുക ജയ് ഉറങ്ങിയിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ചോദിക്കും, നീ ഉറങ്ങില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ വിഷമിപ്പിക്കേണ്ടെന്ന് എഴുതി പോവുമായിരുന്നു പറയും. അപ്പോൾ അവൻ പറയും, നിനക്ക് എന്താണ് എന്നെക്കുറിച്ചൊരു കൺസേൺ ഇല്ലാത്ത പോലെ, എന്നെ മാക്സിമം അവോയ്ഡ് ചെയ്യാനാണല്ലോ നീ ശ്രമിക്കുന്നതെന്നൊക്കെ ഭയങ്കര സീരിയസ് ആയിട്ട് ചോദിക്കും. അപ്പോൾ നമ്മുടെ സൺ പറയും, പിന്നെ ഞാൻ എന്ത് ചെയ്യേണ്ടത്, നീ വിളിച്ചപ്പോൾ ഞാൻ വന്നില്ലേ ചോദിക്കും സൺ. അപ്പോൾ ജയ് പറയും, നീ ഇങ്ങനെ എപ്പോഴും ഭയങ്കര സ്റ്റബോൺ ആവരുത്. നീ എന്നോട് വളരെ ഓപ്പൺ ആണ് കുറേയെങ്കിലും, പക്ഷേ നിനക്കത് കാണിക്കാൻ ഒട്ടും താല്പര്യമില്ല എന്ന് പറയും. അപ്പോൾ ഇവൻ പറയും, അങ്ങനെയൊന്നുമില്ല എന്ന് പറയും. അപ്പോൾ വീണ്ടും ജയ് പറയും, ഇത് തന്നെയാണ് നിൻ്റെ പ്രശ്നം. കുറച്ചൊക്കെ ഭയങ്കര തമാശയായിട്ട് നമുക്ക് തോന്നും, പക്ഷെ കൂടുതലാകുമ്പോഴത്തേക്കും ഭയങ്കര വിഷമാവാന്ന് പറയും. അതായത് ജയ് ഫൈനലി വിഷമിക്കുകയാണ് സണ്ണ് അവനോട് ഒട്ടും അടുക്കാതെ ആകുമ്പോഴത്തേക്കും. അപ്പോൾ ജയ് പറയാണ്, നോക്കിക്കോ, ഒരിക്കൽ നീ തന്നെ എന്നോട് ബെഗ് ചെയ്യും, എന്തിനാന്നുള്ളത് നമുക്ക് കാണാം. എന്നിട്ട് പറയുമ്പോൾ ഇന്ന് എൻ്റെ കൂടെ നീ കിടന്നുറങ്ങാൻ വരണമെന്ന് പറയും. അപ്പോഴത്തേക്കും സണ്ണാണെങ്കിൽ എന്താ ചോദിക്കും. എന്താ, നിനക്ക് ഞാൻ കുറേ റീപേയ്മെൻറ്റ് തരാനില്ലേ, അപ്പം നീ പോരെ, ഞാൻ തന്നെ എന്തും നീ വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട് അവനോട് പറയും വീട്ടിലേക്ക് വരാൻ. അങ്ങനെ ജയയുടെ കൂടെ സണ്ണ് വീട്ടിലേക്ക് പോവാണ്. വലിയൊരു വീടാണ്, ഭയങ്കര ഭയങ്കര ഫാൻറ്റസി ആയിട്ടുള്ളൊരു വീട്. ദെൻ നമ്മുടെ സണ്ണിൻ്റെ കണ്ണുടക്കുന്നത് അവിടെ കുറേ കടലാസുകളൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിലൊക്കെ നമ്മുടെ ജയ് ലക്ഷ്യമിടുന്ന കുറേ കാര്യങ്ങൾ കാണുന്നുണ്ട്. ഒപ്പം അമ്മയും നമ്മുടെ കുട്ടി ജയ്യുമായിട്ടുള്ള ഫോട്ടോ ഉണ്ട്. ആ ഫോട്ടോ കാണുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ അങ്കിൾ സിയ, നമ്മുടെ സിയ ഉണ്ടല്ലോ മറ്റേ ഓൾഡ് മാൻ, ആ ഓൾഡ് മാൻ പറഞ്ഞ കഥയൊക്കെ അവന് ഓർമ്മ വരികയാണ്. അതായത് അവൻ്റെ അമ്മയെക്കുറിച്ചുള്ള കഥകളൊക്കെ അവന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കഥയൊക്കെ അവന് ഓർമ്മ വരികയാണ്. അതായത് പവനി, പവനി എന്നാണ് അവൻ്റെ അമ്മയുടെ പേര്. അപ്പോൾ ഈ പവനി എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഡിവോഴ്സ് ആയതിനു ശേഷം ആ ഒരു ഡ്രീം എൻ്റർടൈൻമെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത് പവനിയുടെ സ്വന്തം ധാരണയിലാണ്. അങ്ങനെ കംപ്ലീറ്റ് ഷെയറും പവനിയുടെ തന്നെയായിരുന്നു. കുറച്ച് ഷെയർസ് ബാക്കിയുള്ള ഇൻവെസ്റ്റേഴ്സിൻ്റെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിലത്തെ ഒരു ഇൻവെസ്റ്ററും കൂടി മാത്രമാണ്, ഒരു ഷെയർ ഹോൾഡർ മാത്രമാണ് കോക്കി യങ്ത്. അപ്പോൾ ഈ കോക്കി യങ് എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര കണ്ണിങ് ആണ്. അങ്ങനെ നമ്മുടെ CEO ആയിട്ടിരിക്കുന്ന പവനിയെ ഇറക്കാൻ വേണ്ടിയിട്ട് ബാക്കി ബോർഡിലുള്ള എല്ലാവരും പറയും, ഇപ്പോൾ ഈ പോകുന്ന ബിസിനസ്സിൻ്റെ കംപ്ലീറ്റ് പ്രശ്നങ്ങളും വരുന്നത് പവനി ആയതുകൊണ്ടാണ്. പവനി CEO എന്നായിട്ട് ഇറക്കിയിട്ട് കോങ്കിയാത്തിനെ കയറ്റണം എന്ന് പറയും. അപ്പോൾ കോങ്കിയാത്ത് ഭയങ്കര അഭിനയമൊക്കെ ചെയ്യും, പക്ഷെ പവനിക്ക് ഇത് ഭയങ്കര വിഷമമാവും. അങ്ങനെ ചതിച്ചു എന്ന് മനസ്സിലാവും. പവനിയുടെ എല്ലാ ഷെയറും കോങ്കിയാത്തിന് കൊടുക്കേണ്ടി വരും. അങ്ങനെ അവസാനം വിഷമം സഹിക്കാൻ വയ്യാതെ പവനി ഒരു റൂഫ് ടോപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് അവർ വീടിൻ്റെ ബാൽക്കണിയിൽ നിന്ന് എടുത്ത് ചാടുന്നത് ആയിട്ടാണ് നമ്മളെ കാണിക്കുന്നത്. അതെല്ലാം നമ്മുടെ ഒരു അസംഷനാണ്. ദെൻ ഇതൊക്കെ നമ്മുടെ സൺ ആലോചിച്ച് നിൽക്കുവാണ്. എന്നിട്ട് നേരെ താഴത്തേക്ക് ഇറങ്ങണം, അവൻ്റെ കണ്ണിലെ വിഷമം കാണുന്നുണ്ട്. ദെൻ അവൻ നേരെ താഴത്തേക്ക് ഇറങ്ങി വന്നിട്ട് അവിടെ ഇരിക്കുന്ന ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുത്തു നോക്കി ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ജയ് 2 ഗ്ലാസ് ചായയും കൊണ്ട് വന്നിട്ട്, എന്താണെന്ന് അറിയില്ല കേട്ടോ, കുടിക്കാൻ എന്തോ കൊടുന്നിട്ട് അവനും കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എങ്ങനെയുണ്ട്, നിനക്ക് ഇഷ്ടമായോ റൂം ചോദിക്കുമ്പോൾ ഇവൻ
പെട്ടെന്ന് പറയും, ഓ ഇത് നിൻ്റെ അവിടുത്തെ പോലെ തന്നെ ഭയങ്കര മെസ്സിയാന്ന് പറയും. അപ്പോൾ ഇവന് ഭയങ്കര അത്ഭുതം, കാരണം ഇവൻ വിചാരിച്ചത് നല്ല സൂപ്പർ വീട് എന്നൊക്കെ പറയുന്നതാണ് വിചാരിച്ചത്. അപ്പോൾ ഇവൻ പറയും, ഈ അങ്കിൾ സിയ നിനക്ക് എന്തൊക്കെയൊക്കെയോ കുറേ പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് എനിക്ക് അറിയാമെന്ന് പറയും. അപ്പോഴത്തേക്കും സൺ ചോദിക്കും, ഈ അങ്കിൾ സിയയ്ക്ക് എങ്ങനെ നിന്നെ ഇത്രയും നന്നായിട്ട് അറിയുന്നേ ചോദിക്കും ജയിനോട്. അപ്പോൾ ജയ് പറയും, ഇത്രയൊക്കെ പറഞ്ഞു തന്നിട്ടും അത് മാത്രം പറഞ്ഞു തന്നില്ലേ, സിയ എൻ്റെ അങ്കിളാണെന്ന് പറയും. അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്കിൾ എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ അമ്മയുടെ ആരെങ്കിലും ആണോ എന്തോ അറിയില്ല, അത്ര എനിക്ക് ക്ലാരിറ്റി കിട്ടിയിട്ടില്ല കേട്ടോ ആ ഒരു കാര്യത്തിൽ. ദെൻ അപ്പോൾ അങ്കിളാണെങ്കിലും ഭയങ്കരമായിട്ട് ഇവനെ ഏറ്റവും കൂടുതൽ കെയർ ചെയ്തിട്ടുള്ളത് ആളാന്ന് പറയും. അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ജയ് പറയും, നിനക്ക് എന്ത് ഫുഡാണ് വേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അവൻ ഭയങ്കര സ്ലീപ്പി ഐസാണ്. അപ്പോൾ സൺ ചോദിക്കും, എത്ര ദിവസമായി നീ ഉറങ്ങിയിട്ട് ചോദിക്കുമ്പോഴത്തേക്കും പറയും, 2 ഡേയ്സ് അല്ല 3 ഡേയ്സ് ഉറങ്ങിയിട്ടെന്ന് പറയും. അപ്പോഴത്തേക്കും സണ്ണിന് അത്ഭുതവും, എന്ത് 3 ഡേയ്സേ ഉറങ്ങുന്നത്, എനിക്ക് കുക്കിംഗ് ഒന്നും വേണ്ട, എനിക്കൊന്നും വേണ്ട, നീ എനിക്ക് ഫുഡ് കഴിപ്പിക്കാനൊന്നും നോക്കണ്ട, നീ പോയി കിടന്ന് ഉറങ്ങുന്നുണ്ട്. കുറേ അവർ തമ്മിൽ ആർഗ്യുമെൻ്റ് ആയിരിക്കും. അവസാനം പിടിച്ച് വലിച്ച് ജയിനെ സണ്ണ് റൂമിലാക്കിയിട്ട് നീ ഉറങ്ങുന്നുണ്ട് പോകാൻ നോക്കും. നമ്മുടെ ജയിലിലെ അങ്ങനെയൊക്കെ പറഞ്ഞയക്കുമോ, നമ്മുടെ സണ്ണിനെ ജയ് ഭയങ്കര ഫോഴ്സ് ചെയ്തിട്ട് ബെഡിലേക്ക് കൊണ്ടുവന്ന് കിടത്തുവാണ്. നമ്മൾ വിചാരിക്കുക എന്തൊക്കെയാണോ അവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന്. പക്ഷേ സീരിയസ്ലി നമ്മുടെ പാവം ജയ് സണ്ണിൻ്റെ മേലിൽ കിടക്കുമ്പോഴത്തേക്കും ഒരൊറ്റ ഉറക്കം ഉറങ്ങും. സൺ പോലും അത്ഭുതപ്പെടും, വിളിക്കുമ്പോൾ ജയനെ കിട്ടുന്നില്ല. അങ്ങനെ അവസാനം കുറേ കഴിയുമ്പോഴത്തേക്കും സണ്ണിൻ്റെ കൈ വേദനിച്ച് തുടങ്ങിയപ്പോൾ ജയനെ പതുക്കെ അവിടെ കിടത്തിയിട്ട് അവൻ ഷോൾഡറൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് അവൻ പോവാൻ നോക്കുകയാണ്. നോക്കുമ്പോൾ ബാഗ് എടുക്കുമ്പോഴത്തേക്കും ഒരു ഒരു കടലാസ് നിലത്ത് വീഴാണ്. കടലാസല്ല, ഒരു കെട്ട് കടലാസ്. അതൊരു സ്ക്രിപ്റ്റാണ്. സ്ക്രിപ്റ്റിന് പേരിട്ടിട്ടില്ല, നോ നെയിം എന്നാണ്. പക്ഷെ ഫസ്റ്റ് പാരഗ്രാഫ് വായിക്കുമ്പോഴത്തേക്കും അവന് മനസ്സിലാവും ക്യാമറ യ്ക്ക് മുമ്പിൽ നിൽക്കാൻ പേടിയുള്ള ഒരു വ്യക്തിയുടെ കഥയാണ്. അപ്പോഴത്തേക്കും അവൻ്റെ മുഖത്ത് എന്തൊക്കെയൊക്കെയോ മിന്നി മറയുന്നുണ്ട്, അവൻ്റെ മനസ്സിൽ എന്തൊക്കെയോ വരുന്നുണ്ട്. ദെൻ തൊട്ട് പിറ്റത്തെ ദിവസം സ്കൈയുടെ വീട്ടിൽ സ്കൈ ഇങ്ങനെ ആരോ വന്നു നോക്കുമ്പോഴത്തേക്കും അത് സണ്ണായിരിക്കും. അപ്പോൾ സ്കൈ ചോദിക്കും, എങ്ങനെ ഞാനിവിടെ ഉണ്ടെന്ന് അറിഞ്ഞു ചോദിക്കുമ്പോൾ സൺ പറയും, പിന്നെ ഇതിനേക്കാളും പാടായിരുന്നു എനിക്ക് എൻ്റെ ഡെപ്റ്റേഴ്സിനെ കണ്ടുപിടിക്കാൻ എന്ന് പറയും. അങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ സ്കൈ പറയും, എന്നെ തിരിച്ച് ഡ്രീമിലേക്ക് കൊണ്ടുവരാനാണെങ്കിൽ അത് വേണ്ട, നടക്കില്ല എന്ന് പറയും. അപ്പോൾ സൺ പറയും, ശരി, പക്ഷെ നിന്നെ ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചത് ആരാന്ന് അറിയേണ്ടി ചോദിക്കും. സ്കൈ പറയും, അതിന് ഇതിൻ്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ, അങ്ങനെയാണോ വിചാരിക്കണേ ചോദിക്കും. അപ്പം നമ്മുടെ സൺ പറയും, നിനക്കത് അറിയണമെങ്കിൽ നാളെ നീ ഇന്നൊരു ഹോട്ടലിൻ്റെ പേര് പറയും, ഹോട്ടലിലേക്ക് വരാൻ പറയും. അപ്പോൾ സ്കൈ പറയും, ശരി, കാരണം വെച്ചാൽ സ്കൈക്കൊന്നും മനസ്സിലാവുന്നില്ല. ദെൻ സൺ അവിടുന്ന് പോവുകയാണ്. എന്നിട്ട് സൺ പറയണേ, എന്നെ നീ കെയർ ചെയ്തില്ലെങ്കിലും നീ കാജോണിനെ ഓർത്തിട്ടെങ്കിലും നീ വരണം എന്ന് പറയും. അങ്ങനെ തൊട്ട് പിറ്റേ ദിവസം ആ ഒരു ഹോട്ടലിൽ നമ്മുടെ സണ്ണി ഉണ്ട്. അപ്പോൾ സണ്ണിയുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടൊരു ലേഡി നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചെക്കൻ നല്ല ക്യൂട്ടായിട്ട് വന്നിട്ട്, ഞാൻ സണ്ണിയുടെ ഫാനാണ്, എൻ്റെ ഈ ലെറ്റർ ഒന്ന് കൊടുക്കുമോ എന്നൊക്കെ ചോദിക്കും. പറയൂ, നല്ല ക്യൂട്ട് ഫാൻ, ഞാനിത് കൊടുക്കാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുള്ളിലേക്ക്. അപ്പോഴത്തേക്കും നമ്മുടെ സണ്ണി ഭയങ്കര അഹങ്കാരമാണ്, എൻ്റെ ഇഷ്ടപ്പെട്ട കോഫി എവിടെ, അതൊന്നും ഇവിടെ സ്റ്റോക്ക് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയില്ല എന്നൊക്കെ ചോദിച്ചിട്ട് ആ ലേഡീനെ കുറച്ച് ചീത്ത പറയുന്നുണ്ട്. അപ്പോൾ ലേഡി ഇങ്ങനെ പറയുന്നുണ്ട്, അയ്യോ ഞാൻ വേഗം എല്ലാം ശരിയാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ട്. എന്നിട്ട് ആ ലെറ്റർ എടുത്ത് കൊടുക്കും. അപ്പോൾ സണ്ണി ഞെട്ടുന്നുണ്ട്, ഞാനിവിടെ ഉണ്ടെന്ന് എങ്ങനെയാണ് അവർക്ക് അറിയുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് ആ ലെറ്റർ എടുത്തിട്ട് വായിക്കുമ്പോൾ അതിൽ പറയുന്നുണ്ട്, നീ ഈ പറഞ്ഞ ഓഡീഷൻ നശിപ്പിച്ച നീയാണെന്നുള്ള എല്ലാ പ്രൂഫും എൻ്റെ കയ്യിലുണ്ട്, നീ ഇവിടേക്ക് വരാൻ പറഞ്ഞിട്ട് ആ ഒരു ടോയ്ലറ്റിലേക്ക് വരാൻ പറയും. അങ്ങനെ ടോയ്ലറ്റിലേക്ക് സണ്ണി വരുമ്പോഴത്തേക്കും അവിടെ നിൽക്കുന്നത് ആരാ, സ്കൈ ആണ്. അപ്പോൾ സണ്ണി വിചാരിക്കുന്നത് ഈ ലെറ്റർ തന്നിരിക്കുന്നത് സ്കൈ ആണെന്നാണ്. അപ്പോൾ സണ്ണി പറയും, ഓ നീ അറിഞ്ഞല്ലേ, നീ അറിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കും. അപ്പോഴത്തേക്കും സ്കൈക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. സ്കൈ ചോദിക്കും, എന്ത് നിങ്ങൾ പറയുന്നേ ചോദിക്കും. അപ്പോൾ സണ്ണി പറയും, നീ വെറുതെ അഭിനയിക്കൊന്നും വേണ്ട, ശരിയാണ്, ഞാൻ തന്നെയാണ് നിൻ്റെ ഓഡിഷൻ നശിപ്പിച്ചത്, നീ എന്ത് ചെയ്യും, ഇനിയും നിനക്ക് ഒരിക്കലും ഇവിടെ മുന്നേറാൻ പറ്റും നീ വിചാരിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും പറയുമ്പോൾ സ്കൈ പറയും, അപ്പം നീയാണോ എൻ്റെ മുമ്പിൽ ക്യാമറ കൊണ്ടുവന്ന് വെച്ചത് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ വീണ്ടും സണ്ണി പറയും, ഓ ഓ നിർത്ത്, നീ ഭയങ്കര നുണയൊന്നും പറയണ്ട, എനിക്കറിയാം, ഇനി നീ കാണാൻ പോണേ ഉള്ളൂ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ പറയും. അപ്പോഴത്തേക്കും നമ്മുടെ ചെക്കൻ സണ്ണ് ഉള്ളിലേക്ക് തൊപ്പി വെച്ച് വരുന്നുണ്ട്. പെട്ടെന്ന് എന്തോ ഒരു സണ്ണിക്ക് ഭയങ്കര ഒരു തോന്നൽ, ഇത് ആരോ ആണല്ലോ എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അതേ കണ്ണാടിയിൽ നമ്മുടെ സണ്ണിൻ്റെ ഫേസ്. യെസ്, ഫൈനലി സൺ ഹാസ് റിവീൽഡ്. എനിക്കത് ഭയങ്കര സന്തോഷമായി. ഇത് കണ്ട് പെട്ടെന്ന് സണ്ണി ആകെ പേടിച്ച് പുറത്തേക്ക് ഓടുന്നുണ്ട്. അപ്പോൾ സ്കൈ വന്നിട്ട് പറയുന്നുണ്ട്, എന്താണ് ഇത്രയും പെട്ടെന്ന് സണ്ണി ഓടിയിട്ടുണ്ടാവുക, അപ്പോൾ എന്തോ ചെറിയൊരു കാര്യമല്ലല്ലോ സണ്ണി നിന്നെ പേടിക്കുന്നത്, എന്തോ വലിയ കാര്യത്തിനാണ് നിന്നെ പേടിക്കുന്നത്, എന്താണ് കാര്യം എന്നൊക്കെ ചോദിക്കും. ആര്, നമ്മുടെ സ്കൈ ചോദിക്കും. അപ്പം അവൻ അതിന് പ്രത്യേകിച്ച് ഉത്തരമൊന്നും പറയില്ല. സൺ പറയും, കണ്ടോ, അപ്പോൾ ഇനി നിനക്ക് കാര്യങ്ങൾ മനസ്സിലായല്ലോ, ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്, ആ സ്ക്രിപ്റ്റിൽ എന്ന് പറയുമ്പോൾ ക്യാമറ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് പാനിക് അറ്റാക്ക് വരുന്ന ഒരു ക്യാരക്ടറിൻ്റെ കഥയാണ്. അത് ഞാൻ കാജോണിനോട് പറഞ്ഞിട്ടുണ്ട് ആ സ്ക്രിപ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ളൊരു ഡയറക്ടറെ വെച്ച് നമുക്ക് ഡയറക്റ്റ് ചെയ്യാം, നീ വരണം എന്ന് പറയും. അത് റിവെഞ്ചിന് വേണ്ടിയിട്ടെന്ന് പറയുമ്പോൾ നമ്മുടെ സ്കൈ പറയും, എനിക്ക് റിവെഞ്ച് ഒന്നും ആവശ്യമില്ല, പക്ഷേ എനിക്ക് തിരിച്ചു വരണം എന്ന് പറയും. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും സണ്ണിനും സ്കൈക്കും ഭയങ്കര സന്തോഷമാവും.
അവരുടെ ഇടയിൽ ഭയങ്കര ബ്രദർലി ബോണ്ട് വരും. കാജോൺ ആണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിട്ട് വന്നിട്ട് വെൽക്കം മൈ ലിറ്റിൽ ബ്രോ എന്നൊക്കെ പറഞ്ഞിട്ട് വരും. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഭയങ്കര ഹഗ് ചെയ്ത് നിൽക്കുകയാണ്. സോ അവർ ഭയങ്കര ഹാപ്പിയാവും, കാരണം സ്കൈ അത്രയും പൊട്ടൻഷ്യൽ ഒരു ആക്ടറാണെന്നുള്ളത് കാജോണിനും അറിയാം. അങ്ങനെ അവർ നേരെ ഒരു ലേഡി ഡയറക്ടറിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ എത്തിയിട്ട് അവർ പരിചയപ്പെടുവാണ്, നമ്മുടെ സ്കൈനും സണ്ണിനും പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ഓഡീഷന് വേണ്ടിയിട്ട്. ദെൻ അപ്പോൾ ഓഡീഷൻ തുടങ്ങാൻ പോവുകയാണ്. ഓഡീഷൻ തുടങ്ങുമ്പോഴത്തേക്കും സ്കൈക്ക് ഓട്ടോമാറ്റിക്കലി അറിയാമല്ലോ, കാരണം അവന് ക്യാമറ പേടിയാണ്. സോ ആ ക്യാമറ വെച്ചിട്ട് ഓഡീഷൻ നടക്കുമ്പോഴത്തേക്കും അവൻ ആ കറക്റ്റ് എല്ലാ തരത്തിലുള്ള എക്സ്പ്രഷൻസും അവൻ്റെ മുമ്പിൽ വരും. ക്യാമറ കാണുമ്പോഴത്തേക്കും അവൻ പേടിക്കുന്നു. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഭയങ്കര ഇമ്പ്രസ്ഡ് ആവും ലേഡി ഡയറക്ടർ, കാരണം ഈ ഒരു ക്യാരക്ടറാണ് ആവശ്യം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് സ്കൈ വരും. യാ, ആസ് യൂഷ്വൽ സൺ വരും. വലിയ വലിയ പ്രത്യേക ഇതൊന്നുമില്ല, അവൻ്റെ അഭിനയം എന്ന് പറഞ്ഞാൽ നോർമൽ തന്നെ. അപ്പോൾ ഡയറക്ടർക്ക് മനസ്സിലാവും, ഓ ഇവനെ എടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്നുള്ളത്. അപ്പോൾ എന്നിട്ട് അവസാനം പറയും കാജോണിനോട്, എന്തായാലും സണ്ണിനെ അല്ല സ്കൈനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ കാജോണിന് ഭയങ്കര സന്തോഷമായിരിക്കും. പക്ഷേ സണ്ണിൻ്റെ കാര്യം ചോദിക്കുമ്പോഴത്തേക്കും പറയും, നല്ല പൊട്ടൻഷ്യലൊക്കെ ഉണ്ട്, പക്ഷെ നമ്മുടെ ഈ ഒരു ക്യാരക്ടറിന് പറ്റുന്നതല്ല എന്നൊക്കെ പറയും. അപ്പോഴത്തേക്കും നമ്മുടെ ഈ ഡയറക്ടർ ചോദിക്കും, നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു സ്ക്രിപ്റ്റ് കിട്ടിയത്? കാരണം ഈ സ്ക്രിപ്റ്റ് എല്ലാവരും ഉപേക്ഷിച്ച് പോയൊരു സ്ക്രിപ്റ്റ് ആണെന്ന് പറയും. അപ്പോൾ ഇപ്പോഴത്തെ ഇൻവെസ്റ്റേഴ്സിന് മാത്രമേ ഈ സ്ക്രിപ്റ്റിനെ പറ്റി അറിയുള്ളൂ ചോദിക്കുമ്പോൾ, ആരാ ഈ ഇൻവെസ്റ്റർ ചോദിക്കും, കാജോൺ. അപ്പോൾ പറയും ഡയറക്ടർ ആർദർ എന്ന് പറയും. അപ്പോഴത്തേക്കും നമ്മുടെ കാജോൺ ജസ്റ്റ് രൂക്ഷമായിട്ടൊന്ന് നമ്മുടെ ആരെ നോക്കുന്നുണ്ട്, നമ്മുടെ സണ്ണിനെ നോക്കുന്നുണ്ട്. ഓ ഓ, അപ്പോൾ പറയും അപ്പോൾ ലേഡി ഡയറക്ടറോട് പതുക്കെ ശരി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോന്നിട്ട് നമ്മുടെ സണ്ണിനെയും കൂട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മാറി ഒന്ന് സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് സണ്ണിനോട്, നിനക്ക് എങ്ങനെയാണ് ഈ സ്ക്രിപ്റ്റ് കിട്ടിയത്? നീയും ഡയറക്ടർ മാറുന്നതും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിക്കും. അപ്പോൾ ഇവൻ പറയും, ഇല്ല ജസ്റ്റ് വേറെ പ്രത്യേകിച്ച് പറയത്തക്ക ബന്ധങ്ങളൊന്നുമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സഹായം. അപ്പോഴത്തേക്കും നമ്മുടെ കാജോട് പറയും, എന്ത് തന്നെയായാലും നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ എന്ത് തന്നെയായാലും അത് വേറൊരു തരത്തിലേക്ക് പോകരുത്, നീ സണ്ണിയെ പോലെ ആവരുതെന്ന് പറയും. കാരണം സണ്ണി അവൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പല പല ആൾക്കാരെ വളരെ ഫിസിക്കലി മീറ്റ് ചെയ്തിട്ടാണ് അവൻ ഈ ഒരു ഇതിലെത്തിയിരിക്കുന്നത്. അപ്പോൾ അതുപോലെ ആവരുതെന്നൊക്കെ പറയും. അപ്പോൾ കാജോണിന് അത്രയും കെയർ ചെയ്യുന്നുണ്ട് നമ്മുടെ സണ്ണിനെ എന്നുള്ളത് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമ്മൾ ആ വില്ലന്മാരുടെ ഒരു സമ്മേളനമാണ്. നമ്മുടെ കോങ്കിയാത്തും നമ്മുടെ ആ ഒരു ബോസും പ്രൊഡ്യൂസറാണ് അയാളും പിന്നെ നമ്മുടെ സണ്ണിയും തമ്മിലുള്ളൊരു സംഭാഷണമാണ്. അപ്പോൾ പ്രൊഡ്യൂസർ ചോദിക്കുകയാണ്, എന്താ ഈ മെമ്മറീസിൻ്റെ റിലീസ് ചോദിക്കുമ്പോഴത്തേക്കും കോങ്കിയാത്ത് പറയും, നമ്മൾ ഈ വർഷം അവസാനം തന്നെ തുടങ്ങുന്നൊക്കെ പറയുമ്പോഴത്തേക്കും പ്രൊഡ്യൂസർ ഇത്തിരി ഡിസപ്പോയിൻറ്റഡ് ആവുന്നുണ്ട്. അപ്പോൾ അയാളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏതോ ഒരു പാവം പയ്യൻ പുതിയ ട്രെയിനീനെ കൊണ്ടുവരികയാണ്. എന്നിട്ട് നമ്മുടെ കോങ്കിയാത്ത് പറയാണ്, ഇതാണ് പുതിയ ട്രെയിനി, വേണമെങ്കിൽ ഒരു ചാൻസ് കൊടുത്തു നോക്കും എന്നൊക്കെ പറയും. അപ്പം മറ്റേ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഒരു കോഴിയാന്നുള്ളത് മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ആ പയ്യനെ കൊണ്ട് ആവശ്യമില്ലാത്ത കുറച്ച് കാര്യങ്ങൾ ചെയ്യിപ്പിക്കും ഭയങ്കര ഫോഴ്സ്ലി. അപ്പം ഈ സമയത്ത് നമുക്ക് അയാളെ അത്രയും ഒരു വില്ലനായിട്ട് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് ശരിക്കും കണ്ട പേടിയാവുന്നുണ്ട്. ദെൻ നമ്മുടെ കോങ്കിയാത്തും സണ്ണിയും കൂടിയിട്ട് പുറത്തേക്ക് പോവാണ് ഈ സമയത്ത്. അപ്പം നമ്മുടെ സണ്ണി പറയാണ്, പുതിയതായിട്ട് വന്ന ഇൻഡസ്ട്രിയിൽ വന്ന സണ്ണിനെ പുറത്തേക്ക് ആക്കണം എന്ന് പറയും. അപ്പോൾ കോങ്കിയാത്ത് പറയും, നീ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വന്നിട്ട് എന്നോട് ഡിമാൻഡ് ചെയ്യേണ്ട, എന്താ നിൻ്റെ പ്രശ്നം ചോദിക്കുമ്പോൾ അവൻ പറയും, ഞാൻ അവൻ്റെ കുറച്ച് കാശ് കടം വാങ്ങിച്ചിരുന്നു, ഇപ്പം അതും പറഞ്ഞിട്ട് അവൻ എന്നെ ഹറാസ് ചെയ്യാന്ന് പറയുമ്പോൾ ഇവൻ പറയും, നിനക്ക് കാശ് തിരിച്ചു കൊടുത്താൽ പോരേ ചോദിക്കും. എന്നിട്ട് പറയും, ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ തന്നെ ഈ മെമ്മറീസ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഒരു സ്ക്രിപ്റ്റാണ്, അതുകൊണ്ട് തന്നെ നീ മര്യാദയ്ക്ക് നിന്നേക്കണം എന്ന് പറയും. അങ്ങനെ പുതിയ ഫിലിമിൻ്റെ ഫോട്ടോഷൂട്ടായിട്ട് നമ്മുടെ 3 പേരും കാജോണും സണ്ണും സ്കൈയും കൂടിയിട്ട് വരികയാണ്. അവിടെ ഡയറക്ടറൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ ഫാക്കിനാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ സ്കൈയോ നീയാണോ, ഇന്നെങ്കിലും മര്യാദയ്ക്ക് നീ ഫോട്ടോഷൂട്ടിന് നിൽക്കാൻ നോക്ക്, ക്യാമറ കാണുമ്പോഴത്തേക്കും പേടിച്ചോടരുന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ സണ്ണിന് ദേഷ്യം വരുന്നുണ്ട്. പക്ഷേ കാജോൺ വേഗം സണ്ണിനെ തടയുന്നുണ്ട്. അപ്പോഴത്തേക്കും സണ്ണ് ശരിക്കും ഒരു ബ്രദർലി മൂഡായിട്ടോ സ്കൈനോട്. ദെൻ നമ്മുടെ ചെക്കൻ നല്ല സുന്ദരനായിട്ട് ഫോട്ടോഷൂട്ടിന് വരികയാണ് സ്കൈയെ. പക്ഷേ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഫൈനലി സ്കൈയുടെ പേടി വിടുന്നില്ല. അപ്പോൾ പല പല ആംഗിളിൽ നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ അവൻ കുറേ കൺട്രോൾ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഫാക്കിൻ റൈറ്റ് എന്ന് പറഞ്ഞിട്ട് കറക്റ്റ് ക്യാമറയുടെ മുമ്പിലേക്ക് തിരിക്കാൻ പറയുമ്പോഴത്തേക്കും അവന് പേടിയാവുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടെ 2-3 പേര് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞിട്ട് ക്യാമറയും കൊണ്ട് വരുന്നുണ്ട്. ഒക്കെ കൂടി ആകുമ്പോഴത്തേക്കും സ്കൈക്ക് ആകെ ടെൻഷനായി തുടങ്ങും. സ്കൈ കുറേ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചു എന്ന് വെച്ചാൽ പോലും സ്കൈയുടെ പേടി കാരണം സ്കൈ തളർന്ന് വീഴുമ്പോഴത്തേക്കും നമ്മുടെ സണ്ണും കാജോണും വന്നിട്ട് അവനെ പെട്ടെന്ന് എല്ലാറ്റും കൊണ്ട് ശരിയാക്കിക്കാൻ നോക്കുന്നുണ്ട്. അങ്ങനെ അവൻ ആകെ തളർന്നു പോവാണ് ആ ഒരു ഷൂട്ടിൽ.
അങ്ങനെ റെസ്റ്റ് റൂമിൽ ഫാക്കിൻ കാജോൺ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇവന് ഈ നെർവസ്നെസ് എങ്ങനെയുള്ളതെന്ന് ചോദിക്കുമ്പോൾ കാജോൺ പറയുന്നുണ്ട്, എനിക്കറിയാം ഇവൻ നെർവസ് ആണ് ക്യാമറ കാണുമെന്നുള്ളത്, അതുകൊണ്ടാണ് ഞാൻ സ്റ്റേജ് ഷോസ് കൊടുത്തത്. പക്ഷെ അപ്പോൾ ഫാക്കിൻ പറയും ഇത് വെറും നെർവസ്നെസ് അല്ല, ഇതൊരു സിക്കാണെന്ന് പറയും. അപ്പോഴത്തേക്കും നമ്മുടെ ഇവൻ സ്കൈ പറയും, ഇതെല്ലാം എൻ്റെ തെറ്റാണ്, കാജോണിന് അറിയില്ലായിരുന്നു, ഞാൻ ആരോടൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയും. അപ്പോൾ ഫാക്കിനാണെങ്കിൽ ഭയങ്കര സീരിയസ് ആവുന്നുണ്ട്. അപ്പോഴത്തേക്കും ലേഡി ഡയറക്ടർ ചോദിക്കും, നിനക്ക് എപ്പോഴെങ്കിലും പാനിക് അറ്റാക്ക് വന്നിട്ടുണ്ടോ ചോദിക്കും. അപ്പോഴാണ് നമ്മൾ അറിയുന്നത് യെസ് എന്നുള്ളത് ഇവൻ പറയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അറ്റാക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫാക്കിന് അവിടെ നിന്ന് ഒരു പോക്ക് പോകും. അപ്പോൾ ഈ സമയത്ത് ഒരു ലേഡി വന്നിട്ട് നമ്മുടെ ചെക്കനെ സമാധാനിപ്പിച്ചിട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്കൈ ആണെങ്കിലും ഭയങ്കര വിഷമത്തിൽ ഇരിക്കുകയാണ്, സണ്ണ് നോക്കിയിരിക്കുകയാണ്. അപ്പോൾ സ്കൈയുടെ കഥ പറയുകയാണ്, അതായത് അവൻ സ്കൂളിൽ പഠിക്കുമ്പോഴത്തേക്കും അവൻ സീനിയേഴ്സിനെ റെസ്പെക്റ്റ് ചെയ്തില്ല എന്നും പറഞ്ഞിട്ട് കുറേ പ്രശ്നം ഉണ്ടായപ്പോഴത്തേക്കും അവനെ കംപ്ലീറ്റ്ലി സ്ട്രിപ്പ് ചെയ്തു. അത് ക്യാമറയിൽ അവരൊക്കെ കൂടിയിട്ട് പകർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഭയങ്കരമായിട്ട് അവൻ കുറേ സോറി പറഞ്ഞിട്ടും അവനെ അവർ വിട്ടില്ല. ഈ കഥ കേട്ടിട്ട് കാജോണാണെങ്കിൽ ഭയങ്കര സങ്കടം, സണ്ണിനാണെങ്കിലും വിഷമം സഹിക്കാൻ വയ്യ. അപ്പോൾ ഇവൻ പറയും, ഞാൻ എന്തായാലും ശ്രമിക്കാം, ഞാനിനി എന്തായാലും നന്നായി തന്നെ കാര്യങ്ങൾ ചെയ്തോളാം എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ സണ്ണിന് ഭയങ്കര വിഷമമാവും. അപ്പോൾ സൺ ചോദിക്കുകയാണ്, ഇതൊന്നും നീ എന്തായാലും റിക്കവർ ചെയ്യണം, ഒരു കാര്യം ചെയ്യും, ഷൂട്ട് ചെയ്യുമ്പോൾ നീ ക്യാമറയാണ് അവിടെ നിൽക്കുന്നതെന്ന് ഓർക്കാതെ ഞാനാന്ന് വിചാരിച്ചോടെ ചോദിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ കാജോണും നമ്മുടെ സ്കൈയും കൂടി ഭയങ്കര ചിരിയാവും. സ്കൈ പറയും, ഓ എനിക്ക് ക്യാമറയെക്കാളും പേടിയാന്ന് സണ്ണിനെ ഓർക്കണേന്ന് പറയും. അങ്ങനെ അവർ ഭയങ്കര ചിരിയാവും കേട്ടോ. അപ്പോൾ നമ്മുടെ സൺ പറയും, ശരി അങ്ങനെയാണെങ്കിൽ നീ കാജോണിനെ ഒന്ന് ചിന്തിച്ച് നോക്കുമെന്ന് പറയും. അപ്പോൾ നമ്മുടെ പാവൻ ചെക്കന് ഭയങ്കര വിഷമം, അങ്ങനെ ഇമോഷണൽ ആവും. അപ്പോൾ കാജോൺ പറയും, എല്ലാം ശരിയാവും, നിന്നെ ഞാനൊരു ഡോക്ടറെ എന്തായാലും കാണിക്കാം, അപ്പോൾ അതൊക്കെ കൂടി ആകുമ്പോഴത്തേക്ക് ശരിയാവും എന്ന് പറയും. അങ്ങനെ 3 പേരും ഭയങ്കര ജില്ലായിട്ട് കൈയൊക്കെ എടുത്ത് വെച്ച് കൈക്ക് മുകളിൽ കൈയൊക്കെ കയറ്റി വെക്കുകയാണ്. നമ്മുടെ സണ്ണാണെങ്കിലോ കൈ വെക്കുന്നത് ഭയങ്കര ഫോഴ്സ് ആയിട്ടാണ് ഇവരുടെ രണ്ടുപേരുടെയും കൈക്ക് മുകളിൽ കൈ വെക്കുന്നത്. നമ്മുടെ കൈ ചെക്കന് ഭയങ്കര വേദനയ്ക്ക് കേട്ടോ. പക്ഷെ എന്നാലും ഫൈനലി ദി ആർ വെരി ഹാപ്പി. അങ്ങനെ അവരുടെ ഒരു മോർ സംഘം നല്ല രീതിക്ക് പോരുകയാണ്. ദെൻ പിറ്റേ ദിവസം രാവിലെ ഓഫീസ് റൂമിൽ ഇരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഡമ്മി, അതായത് നമ്മുടെ ജയ് സണ്ണിന് മെസ്സേജ് അയക്കുന്നുണ്ട്, നീ എവിടെയാണ്, നിനക്കിപ്പോൾ എന്നെക്കാളും വലുതാണല്ലേ വർക്ക്, ഇന്ന് രാത്രി നീ എൻ്റെ കൂടെ ഉറങ്ങാൻ വരണം വീട്ടിലേക്ക് എന്ന് പറയും. അപ്പോൾ അത് ഇടം കണ്ടിട്ടിട്ട് നമ്മുടെ കാജോൺ വന്ന് നോക്കുന്നുണ്ട്. അപ്പം നമ്മുടെ സൺ എന്താ ടൈപ്പ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇല്ല എനിക്ക് നാളെ കുറച്ച് വർക്ക് ഉണ്ട്, ഇന്ന് രാത്രി എനിക്ക് നിൻ്റെ കൂടെ വരാൻ പറ്റില്ല എന്ന് പറയും. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ കാജോൺ നോക്കണ കാണുമ്പോഴത്തേക്കും സൺ തിരിച്ച് തുറപ്പിച്ച് നോക്കുന്നുണ്ട്. കാജോൺ ആണെങ്കിൽ ഇവൻ എങ്കടാ ഈ പോണ പോക്ക് നോക്കിയിട്ടാണ് അവ ഇരിക്കുന്നത്. അങ്ങനെ വീണ്ടും നമ്മുടെ ജയ് റിപ്ലൈ അയക്കുകയാണ്, ശരി അങ്ങനെ നീ എന്നെക്കാളും വലുതായിട്ട് വർക്കിനെ ഏറ്റെടുക്കുകയാണെങ്കിൽ ഞാനും വർക്കിന് പോകാമെന്ന് പറയും. അപ്പോൾ സൺ പറയും, ഓ ഫൈനലി നീ അങ്ങനെ തീരുമാനിച്ചല്ലോ എന്ന് പറയും. എന്ത്, ഇവർ രണ്ടുപേരും ഇരിക്കുന്നത് ഓർക്കാതെ ഉറക്കെയാണ് പറയുക. അപ്പോൾ നമ്മുടെ കാജോൺ പറയാണ്, നീ ഇത് ആരോടാ സംസാരിക്കുന്ന, സ്പിരിറ്റിനോടാണോ എന്ന്. അപ്പോൾ ഇവന് ഭയങ്കര നാണക്കേടാവും സണ്ണിനോട്, കാരണം അവൻ പരിസരം നോക്കാതെയല്ലേ വർത്താനം പറഞ്ഞേ. ദെൻ ഡ്രീമിലെ ഒരു മീറ്റിംഗ് ആണ്. മീറ്റിങ്ങിൽ നമ്മുടെ ജയ് ഭയങ്കര സീരിയസ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ മെമ്മറീസ് എന്ന് പറഞ്ഞ ആ ഒരു സീരീസിൻ്റെ ഒരു പ്രസൻറ്റേഷൻ നടക്കുകയാണ്, സണ്ണീനെ മെയിൻ ആക്ടർ ആയിക്കൊണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ചെക്കൻ കൈപൊക്കിയിട്ട് പറയാണ്, എനിക്ക് താല്പര്യമില്ല, സണ്ണിയേക്കാളും നന്നായിട്ട് തന്നെ പാങ് നിയാങ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ആക്ടറുണ്ട്, ഹയസ്റ്റ് റാങ്കുള്ള ഒരു ആക്ടറാണ്, ആളെ ആക്കിയാൽ പോരെ ചോദിക്കുമ്പോൾ കോങ്കിയാത്ത് പറയാണ്, പാങ് നിയാങ് ഭയങ്കര ആക്ടർ തന്നെയാണ്, പക്ഷെ നമ്മുടെ ഒരു ഫ്യൂച്ചറും കൂടി നോക്കണ്ടേ, പുതിയ ആൾക്കാരെ നന്നായിട്ട് മുമ്പിലേക്ക് കൊണ്ടുവന്നാലല്ലേ പറ്റുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കും വീണ്ടും ഇവൻ പറയുന്നുണ്ട്, പക്ഷെ പൊട്ടൻഷ്യൽ വേണം, ഇതിൻ്റെ ഒരു ക്യാരക്ടറിന് ഒരിക്കലും സണ്ണി ഒരിക്കലും ആപ്റ്റ് അല്ല എന്ന് പറയുമ്പോൾ വീണ്ടും കോങ്കിയാത്ത് ആർഗ്യൂ ചെയ്യുന്നുണ്ട്, പക്ഷെ സ്പോൺസർ പറഞ്ഞത് അവനെയാണെന്ന് പറയും. അപ്പം നമ്മുടെ ജയ് പറയും, പക്ഷെ എനിക്ക് തോന്നുന്നില്ല അവൻ്റെ എബിലിറ്റി കണ്ടിട്ടാണ് കോങ്കിയാത്ത്, അതായത് CEO ഇത് തീരുമാനിച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല, വേറെ എന്തൊക്കെയോ കാര്യം ഉണ്ടെന്ന് പറയുമ്പോൾ കോങ്കിയാത്ത് വീണ്ടും ആർഗ്യൂ ചെയ്യാണ് ഭയങ്കര ചിരിച്ചിട്ട്, നമുക്ക് കാശ് വേണ്ടേ ഈ വർക്കിന്, പക്ഷെ അത് സ്പോൺസറല്ലേ തരുന്നതെന്നൊക്കെ ചോദിച്ച് ആ ആർഗ്യുമെൻ്റ് അവിടെ നിർത്തുകയാണ്. ഇത് കഴിഞ്ഞ് ഭയങ്കര ദേഷ്യത്തിൽ കോങ്കിയാത്ത് റൂമിൽ വന്നിട്ട് പറയും, എന്താണോ വിചാരിച്ചിരിക്കുന്നത്, അവൻ്റെ തീരുമാനം കൊണ്ട് ഇവിടെ എല്ലാം നടക്കുന്നതാണോ, എൻ്റെ ഡിസിഷനാണ് ഫൈനൽ പറയും. അപ്പം അസിസ്റ്റൻറ്റ് ചോദിക്കും, ഇനി എന്താ ചെയ്യണേ ചോദിക്കും, പറയും അവനെ ഞാനിവിടെ നിന്ന് ഒഴിവാക്കും. ഈശ്വര, എന്താണോ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയില്ല. അങ്ങനെ ഫൈനലി നമ്മുടെ പേരിടാത്ത ആ ഒരു സിനിമ തുടങ്ങുകയാണ്. അപ്പോൾ അതിൽ വെനീസ് എന്നാണ് നമ്മുടെ സ്കൈയുടെ ക്യാരക്ടർ. അപ്പോൾ വെനീസിൻ്റെ ക്യാരക്ടർ വെനീസിൻ്റെ ഗേൾ ഫ്രണ്ടുമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന പോലെ കാണിക്കുകയാണ്. പക്ഷെ പെട്ടെന്ന് ക്യാമറ വരുമ്പോഴത്തേക്കും വെനീസ് ഭയങ്കര ടെൻസ്ഡ് ആവുന്നു. അപ്പോൾ ഇത് ഇപ്പോൾ ഒരു നമ്മൾ കാണുന്ന സീരീസിൻ്റെ ഉള്ളിലൊരു സീരീസാണ് കേട്ടോ. അപ്പോൾ ആ പെൺകുട്ടി പറയുന്നുണ്ട്, അയ്യോ നീ ഇങ്ങനെ പെട്ടെന്ന് ടെൻസ്ഡ് ആവല്ലേ, നിനക്ക് അഭിനയിക്കാൻ പറ്റിയില്ലെങ്കിൽ നിനക്കിനി ഒരിക്കലും ഒരു ഭാവിയില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പം നമ്മൾ ശരിക്കും വിചാരിക്കുക വെനീസ് ആണെന്നല്ല കേട്ടോ, ഞാൻ വിചാരിച്ച സ്കൈയുടെ പ്രശ്നമാണെന്നാ. പക്ഷെ അത് കഴിഞ്ഞ് കട്ട് പറയുമ്പോഴാണ് എല്ലാവരും പറയും സൂപ്പറായിട്ട് അഭിനയിച്ചു എന്ന്. അപ്പോൾ പെൺകുട്ടി പറയും, നീ നന്നായി അഭിനയിച്ചു കേട്ടോ എന്ന് പറയും. അപ്പോൾ ആക്ച്വലി നമ്മൾ കണ്ട സീരീസിൻ്റെ ഉള്ളിൽ
ബെനീസ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ അഭിനയിക്കുന്നതായിട്ടാണ്. അതായത് ക്യാമറ പേടിയുള്ള ഒരാൾ. അങ്ങനെ അപ്പോഴത്തേക്കും സൺ ഓടി വരികയാണ്. എന്നിട്ട് ചോദിക്കും നീ ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പോഴത്തേക്കും അവൻ അങ്ങനെ ഭയങ്കര ബ്രീത്ത് ചെയ്യാൻ ഇതാവുമ്പോഴത്തേക്കും അവൻ്റെ കൈ ഭയങ്കര ബലമായിട്ട് സണ്ണ് പിടിക്കും, വേദനിപ്പിക്കും. അപ്പോൾ സ്കൈ പറയും എനിക്ക് വേദനിക്കുന്നു എന്ന് പറയും. അപ്പോൾ പെട്ടെന്ന് പക്ഷെ വേദനിച്ച് കഴിയുമ്പോഴത്തേക്കും അവൻ നോർമലാവും. കാരണം അവൻ ആ സുബോധത്തിലേക്ക് എത്തും. അപ്പോൾ അവൻ പറയും താങ്ക് യു എന്നൊക്കെ പറയും. അപ്പോൾ കാജോൺ ആണെങ്കിലോ നമ്മുടെ സ്വന്തം രണ്ട് മക്കൾ ഭയങ്കര സ്നേഹത്തിൽ നിൽക്കുന്ന ഒരു ഫീലാണ് കാജോൺ അവരെ നോക്കി കാണുന്നത്. അങ്ങനെ സണ്ണ് ഭയങ്കര ഒരു എൽഡർ ബ്രദറിനെ പോലെ നമ്മുടെ സ്കൈനെ ഭയങ്കരമായിട്ട് ആശ്വസിപ്പിക്കും. നന്നായിട്ട് ബ്രീത്ത് ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട് അവനെ ഭയങ്കരമായിട്ട് കംഫേർട്ട് ചെയ്യും. അങ്ങനെ ഫൈനലി അവരുടെ ഒരു സന്തോഷം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് അവർ ഒരുമിച്ച് ഫുഡ് കഴിക്കലും ദെൻ ബാക്കി പാർട്ടികളൊക്കെയാണ്. അങ്ങനെ 3 പേരും സംസാരിച്ചിരിക്കുകയാണ്. സ്കൈ കാജോണിനോടും സണ്ണിനോടൊക്കെ താങ്ക്സ് പറയാണ്. അപ്പം സണ്ണിനോട് പറയാണ് ഇനി അടുത്ത പ്രാവശ്യം കൈ പിടിക്കുമ്പോൾ കുറച്ച് ജെൻറ്റിലാക്കണേ എന്ന് പറയുമ്പോഴത്തേക്കും സൺ പറയുന്നുണ്ട് നീ മര്യാദയ്ക്ക് നിന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിൻ്റെ ബോൺസ് നന്നായിട്ട് പിടിക്കുമെന്ന് പറയും. അപ്പോഴത്തേക്കും നമ്മുടെ കാജോൺ ഓ ഈ ചെക്കൻ ഭയങ്കര ടഫാണല്ലോ എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ കാജോണിന് ഒരു ഫോൺ വരികയാണ്. ഫോൺ എടുക്കുമ്പോഴത്തേക്കും അതുവരെ ഉണ്ടായിരുന്ന സന്തോഷമൊക്കെ പെട്ടെന്ന് നിൽക്കുകയാണ്. അപ്പം പറയും ശരി ഞാൻ നോക്കട്ടെ എന്ന് പറയും. അപ്പോൾ കാജോണിൻ്റെ മുഖത്ത് നമുക്ക് വായിക്കാം എന്തോ വലിയൊരു പ്രശ്നം വന്നിട്ടുണ്ട് എന്നുള്ളത്. എന്നിട്ട് അവൻ ഫോൺ നോക്കുകയാണ്. അപ്പോൾ അതിൽ വന്നിരിക്കുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മുടെ നമുക്കും ക്ലിയർ ആവാൻ പോകുന്നേ ഉള്ളൂ. അതായത് പെൻ യുങ്, അതായത് നമ്മുടെ ഡ്രീമിൻ്റെ ഏറ്റവും നല്ല ആക്ടറാണല്ലോ പെൻ യുങ്, ട്രബിളിലാണ് എന്ന് മാത്രമല്ല കമ്പനിയിലുള്ള എല്ലാവരും ഡയറക്ടർ ആർദറിനോട് റിസൈൻ ചെയ്യാൻ പറയുന്നു എന്ന്. ഇത് കണ്ടതും നമ്മുടെ ചെക്കൻ്റെ മുഖം ഭയങ്കര സീരിയസ് ആണ്. ആക്ച്വലി ഇതിൻ്റെ പിന്നിലുള്ള കാര്യം എന്താണെന്നുള്ളത് നമുക്കിപ്പോൾ അറിയില്ല. നെക്സ്റ്റ് വീക്കിലെ എപ്പിസോഡിൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. സോ ഡയറക്ടർ ആർദർ റിസൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല. പിന്നെ നമ്മൾ കാണുന്നത് പെൻ യുങ്, ഈ നടന്നു വരുന്നത് പെൻ യുങ് ആണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്കും കുറേ ക്യാമറ, കുറേ ഇൻ്റർവ്യൂസ് ഒക്കെ വരുന്നുണ്ട്. സോ ഇതാണ് നമ്മുടെ ഹയസ്റ്റ് റാങ്കുള്ള ഡ്രീമിൻ്റെ ആക്ടർ എന്ന് പറയുന്നത്. സോ ഇനി എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്കിനി അടുത്ത ആഴ്ചത്തെ എപ്പിസോഡിൽ അറിയാൻ പറ്റും. സോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.